കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ കൊട്ടേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില ആളുകളെ, ശത്രുക്കളെ ഉപദ്രവിക്കുവാൻ വേണ്ടി കൈ ഒടിക്കുക, കാലൊടിക്കുക, അല്ലെങ്കിൽ വെട്ടി പരിക്കേൽപ്പിക്കുക, അങ്ങനെയുള്ള കൊട്ടേഷനുകൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് പുതിയൊരു കൊട്ടേഷൻ കേട്ടത് ഇപ്രകാരമാണ്. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നാളെ നീ രാവിലെ എണീക്കില്ലേ പ്രാർത്ഥിക്കാൻ? ഭാര്യ പറയുകയാണ്, എന്നെ നാളെ വിളിക്കേണ്ട, എനിക്ക് ക്ഷീണമാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, നീ പ്രാർത്ഥനയ്ക്ക് വല്ലവർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ് അടുത്തൊരു ചോദ്യം ഇതാണ്. ആ ഭർത്താവ് പറയുകയാണ്, നാളെ നീ മരിക്കുകയാണെങ്കിൽ നിനക്ക് രാവിലെയുള്ള ഒരു പ്രാർത്ഥന അത് നഷ്ടമായില്ലേ? ഇത് കേൾക്കുമ്പോൾ ഈ ഭാര്യ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് ഈ ഭർത്താവിനോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ഈ ഭർത്താവ്? കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വലിയ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ധനാഢ്യനായ ഒരു ബിസിനസ് വ്യാപാരി. ആ വ്യാപാരിയാണ് ഈ ഭർത്താവ്. അപ്പോൾ ഈ ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ജോസഫേട്ട പറയുകയാണ്, രാവിലെ 4 മണിക്ക് എണീറ്റ് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതൊരിക്കലും ഒരു ഇടമുറിയാതെ പോകുന്നൊരു കാര്യം. ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ്, അച്ഛാ, ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് ഒരു രാത്രി 12 മണിക്ക് എത്തിയാലും 1 മണിക്ക് എത്തിയാലും കിടന്നുറങ്ങിയാൽ 4 മണിക്ക് പുലർക്കാലെ ഉണർന്ന് ആ ഈശോയുടെ മുമ്പിൽ, കുരിശിൻ്റെ മുമ്പിൽ വെച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കും, പ്രാർത്ഥിക്കും, കൈകൊട്ടിയൊക്കെ പാട്ടുപാടി പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു ബിസിനസ് നടത്തുന്ന ആ വലിയ മനുഷ്യൻ്റെ ജീവിതമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഒരുപാട് മനുഷ്യർ പ്രാർത്ഥനയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുന്നവരാണ്. ആ സഹോദരൻ ജീവിത പങ്കാളിയോട് ചോദിച്ച ചോദ്യം ഇതാണ്, പ്രാർത്ഥനയ്ക്ക് നീ കൊട്ടേഷൻ കൊടുക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരുപാട് പേര്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് കൊട്ടേഷൻ ഇല്ല. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. എത്ര ജോലി തിരക്കുണ്ടായിട്ടും ഒരുപാട് മനുഷ്യർ സമയം കണ്ടെത്തി കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ അവർ സമയമെടുക്കുമ്പോൾ അതിനൊരു ത്യാഗമുണ്ട്, അതിനൊരു വിലയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറയുകയാണ്, അച്ഛാ, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നവരാണ്, ബിൽഡിങ്ങൊക്കെ പണിയുന്നവരാണ്, മെറ്റല്, സിമൻറ്റ്, അതുപോലെ തന്നെ കമ്പി, ഓരോ കാര്യവും പറഞ്ഞ് അന്യസംസ്ഥാന തൊഴിലാളികളെ സമർപ്പിച്ച്, ഓരോന്ന് പറഞ്ഞ് എഞ്ചിനീയർമാരെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. അച്ഛാ, ഓരോ വിഷയങ്ങൾ പുതിയതായി വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടി നാം ഉൾപ്പെടുത്തണം. നമ്മുടെ പ്രവർത്തന മേഖല, നമ്മുടെ പഠന മേഖല, നിങ്ങളുടെ മക്കൾ പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ പഠിക്കാൻ പോകുന്ന ആ സ്കൂളിനെ, അവിടുത്തെ അധ്യാപകരെ, സ്റ്റാഫിനെ, ആ കുട്ടി പോകുന്ന വാഹനത്തെ, അത് ഓടിപ്പിക്കുന്ന ഡ്രൈവറെ, ആ കുട്ടി പഠിക്കുന്ന പുസ്തകങ്ങൾ, ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഉപയോഗ വസ്തുക്കൾ, ഇതെല്ലാം നമ്മൾ സമർപ്പിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി ഡ്രൈവ് ചെയ്യുന്നു, പോകുന്ന ആ വഴികൾ, അതുപോലെ തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾ, പുറകിൽ വരുന്ന വാഹനങ്ങൾ, കാൽനട യാത്രക്കാർ, അദ്ദേഹത്തിൻ്റെ വാഹനത്തെ എല്ലാം നമ്മൾ സമർപ്പിക്കണം. അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസ്. പ്രിയമുള്ളവരെ, നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നാം പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കരങ്ങൾക്ക്, അതുപോലെ തന്നെ യാചിക്കുന്ന മാനസങ്ങൾക്ക് കർത്താവ് ഒരിക്കലും അനുഗ്രഹം വൈകിപ്പിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ നമ്മുടെ പ്രാർത്ഥനകൾ കൊട്ടേഷൻ കൊടുക്കാൻ പാടില്ല. നമ്മൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥന സഹായം യാചിക്കാം, ചോദിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാതെ, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ നടത്താതെ വേറൊരാളെ ഏൽപ്പിക്കുന്നത് അനുകരണീയമല്ല. ഈശോയോട് പ്രാർത്ഥിക്കാം, ദൈവമേ, പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ. ഈശോ അങ്ങ് ഗെത്സമൻ തോട്ടത്തിൽ സ്ലീഹന്മാരോട് കൂടെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു.
ജീവിതത്തിൽ ഈശോയുടെ സഹനങ്ങൾ പങ്കുചേരുവാൻ വേണ്ടിയായിരുന്നു അത്. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുള്ളവരെ, കണ്ണീരുള്ളവരെ, നിങ്ങളുടെ കണ്ണീരൊപ്പിയെടുക്കാനുണ്ടല്ലോ ദൈവം. നിങ്ങളുടെ കഷ്ടത മാറ്റിയെടുക്കാനുണ്ടല്ലോ ദൈവം. കഷ്ടതയുള്ളവരെ, കണ്ണീരുള്ളവരെ, നിങ്ങളുടെ കണ്ണീരൊപ്പിയെടുക്കാനുണ്ടല്ലോ ദൈവം. നിങ്ങളുടെ കഷ്ടത മാറ്റിയെടുക്കാനുണ്ടല്ലോ ദൈവം. ഈ ധരയിൽ പെരുകും വൻ പ്രതിസന്ധികളിൽ താങ്ങായി തണലായി കൂടെ വരും നല്ലവനാം ദൈവം. നൽതുണയായി കൂടെ വരും സ്നേഹിതനാം ദൈവം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.